ശരീരത്തിൽ പല ഭാഗത്തും മാറി മാറി വേദന വരിക. എന്നാൽ നമ്മൾ ഒരുപാട് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കി, MRI ചെയ്ത് നോക്കി, അൾട്രാസൗണ്ട് ചെയ്ത് നോക്കി, ഒരുപാട് സ്കാനുകൾ ചെയ്ത് നോക്കിയിട്ട് ഇതൊക്കെ നോർമൽ റിപ്പോർട്ടാണ്. എന്നാൽ വേദന മാത്രം മാറുന്നില്ല. എത്ര ഡോക്ടേഴ്സിന്റെ അടുത്ത് പോയിട്ടും വേദനയുടെ കോസ് എന്താണെന്ന് മനസ്സിലായിട്ടില്ല. ഇങ്ങനെ വരുന്ന ഒരുപാട് പേഷ്യൻസ് ഉണ്ട്. അതിൽ മെയിൻ ഒരു കാരണമാണ് ഫൈബ്രോമയാൽജിയ എന്നുള്ള കണ്ടീഷൻ. അപ്പോൾ ഇതിൽ പലരുടെയും വിചാരം ഫൈബ്രോമയാൽജിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ സൈക്കോളജിക്കൽ പെയിൻ, അതായത് പെയിൻ കാര്യമായിട്ടില്ല, ഞാൻ ചുമ്മാ ചിന്തിച്ച് കൂട്ടുന്ന ഒരു പെയിനാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ പേഷ്യന്റിന്റെ കൂടെയുള്ളവർക്കായിരിക്കും ആ ഒരു ഫീൽ, അതായത് ഇവൾക്ക് വേദനയൊന്നുമില്ല, ചുമ്മാ പറഞ്ഞുണ്ടാക്കുന്നതാണ് ആ രീതിയിൽ. അപ്പോൾ ഇതാണ് ഫൈബ്രോമയാൽജിയയുടെ യൂഷ്വലി ഒരു പ്രസന്റേഷൻ. ഇനി നമുക്ക് ഫൈബ്രോമയാൽജിയയുടെ ഒരു കോസ് എന്താണെന്നുള്ളത് നോക്കാം. കോസ് ആയിട്ട് ഫൈബ്രോമയാൽജിയയുടെ വരുന്നത് നമ്മുടെ പെയിൻ സിഗ്നലിക് പാത്വേയിലുള്ള ഡിഫക്റ്റ് ആണ്. അപ്പോൾ പെയിൻ നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന പാത്വേ കുറച്ചും കൂടിയും ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കും ഈ പേഷ്യൻസിൽ. അതേപോലെ സെൻട്രൽ സെൻസിറ്റൈസേഷൻ, പെയിൻ വൈഡ് സ്പ്രെഡ് മെക്കാനിസം, അങ്ങനെ പല മെക്കാനിസം കാരണം പെയിൻ ഇവർക്ക് കൂടുതൽ അനുഭവപ്പെടും. അതേപോലെ ചിലപ്പോൾ ചെറിയൊരു ടച്ച് ആയിരിക്കാം അവർക്ക് പെയിൻ ആയിട്ട് തോന്നുന്നത്. അങ്ങനെ പല രീതിയിൽ അവർ അതിനെ മാനിഫെസ്റ്റ് ചെയ്യും. പക്ഷേ നമ്മൾ ചെയ്യുന്ന ടെസ്റ്റുകളിലൊന്നും ഇത് കണ്ടുപിടിക്കാൻ കഴിയില്ല. കാരണം ഇതിൽ പെയിൻ സിഗ്നൽ പാസിങ്ങിലാണ് ഇവിടെ ഡിഫക്റ്റ് വരുന്നത്, അല്ലാതെ ഒരു സ്ട്രക്ചറൽ ഡാമേജ് ഇല്ല. അതുകൊണ്ടാണ് അവർക്ക് ചെയ്യുന്ന സ്കാനുകളും മറ്റുമൊക്കെ നോർമലായിട്ട് വരുന്നത്. ഇനി അവർക്ക് പെയിൻ മാത്രമല്ല, ഒരു ക്ഷീണം വരും, ഇനി ഉറങ്ങി എണീച്ചാലും ഒരു ഫ്രഷ്നെസ് ഇല്ലാത്ത പോലെ വരും. അതേപോലെ ബ്രെയിൻ ഫോഗ്, അതായത് നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതിരിക്കുക, ഒരു മെമ്മറി ഒരു ശരിയല്ലാത്ത പോലെ ഇരിക്കുക, അങ്ങനെ പല സിംറ്റംസും ഫൈബ്രോമയാൽജിയ പേഷ്യൻസിൽ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ടുള്ള പാർട്ട് എന്താണെന്ന് വെച്ചാൽ പലരും ഇവരെ മനസ്സിലാക്കുന്നില്ല. അതേപോലെ പലർക്കും ഇത് ഡയഗ്നോസ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ വരുമ്പോൾ ഇവർക്ക് നല്ല ഫ്രസ്ട്രേഷൻ വരും. ഫ്രസ്ട്രേഷനും സ്ട്രെസ്സും വരുമ്പോൾ ഈ കണ്ടീഷൻ പിന്നെയും അഗ്രവേറ്റ് ചെയ്യും. അപ്പോൾ ഇതൊരു സൈക്കിളായിട്ട് ഫോം ചെയ്ത് അവർ മെല്ലെ മെല്ലെ ഡിപ്രഷനിലോട്ട് പോകുന്നതാണ്. പക്ഷേ ഇതിലൊരു നല്ലൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫൈബ്രോമയാൽജി ആണെന്നുള്ളത് മനസ്സിലാക്കി അതിൻ്റെ മെക്കാനിസം എന്താണെന്ന് മനസ്സിലാക്കി അതിനെ ട്രീറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ ഫൈബ്രോമയാൽജി നമുക്ക് മാറ്റാവുന്ന ഒരു കണ്ടീഷനാണ്.